ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ചൂട് കാലമല്ലേ, നമുക്ക് അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കോക്കനട്ട് ചോക്ലേറ്റ് പുഡിംഗാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ കോക്കനട്ട് ചോക്ലേറ്റ് പുഡിങ്ങിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് കോക്കനട്ട് മിൽക്കാണ്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ്. അടുത്തത് വേണ്ടത് ഒരു 3 സ്പൂൺ കോൺഫ്ലോർ ആണ്. പിന്നെ മധുരത്തിന് ആവശ്യമായ ഷുഗർ, ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോക്കനട്ട് ചോക്ലേറ്റ് പുഡിംഗ് റെഡിയാക്കിയെടുക്കാം. ആദ്യം അതിനായിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റും കോൺഫ്ലോറും കൂടെ കുറച്ച് നമ്മുടെ കോക്കനട്ട് മിൽക്ക് കുറച്ചെടുത്തിട്ട് അതിൽ ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്കിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം കട്ട പിടിച്ച് കിടക്കും. ചോക്ലേറ്റ് പൗഡർ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കലക്കിയെടുക്കാൻ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത്രയും ആവശ്യമില്ലാത്തവർക്ക് ഇതിലും കുറയ്ക്കാം. ഇതിനെക്കാട്ടിലും കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ചെടുക്കാം. നമ്മുടെ കോക്കനട്ട് മിൽക്ക് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറും ചോക്ലേറ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ തീ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് പെട്ടെന്നങ്ങ് കട്ടിയായി പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിയും കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അപ്പം ഇതിലേക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബട്ടർ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇപ്പം നമ്മുടെ തീ ഓഫ് ചെയ്ത് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പുഡിങ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഞാൻ ബട്ടർ തടവിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണം. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് ചോക്ലേറ്റ് പുഡിങ് റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി കോക്കനട്ട് ചോക്ലേറ്റ് പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് ചോക്ലേറ്റ് പൗഡർ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ ബൈ.